ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഈ 40 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഞാൻ പറയും. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ടാണെങ്കിലും സൈൻ ഇൻ ചെയ്യുക, മെയിൽ ഐ ഡി വെച്ചിട്ട്. എന്നിട്ട് അതൊരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും. ഈ 40 ക്വസ്റ്റ്യൻ്റെ ബേസിലായിരിക്കും 10 ക്വസ്റ്റ്യൻസ് ഇടുക. അത് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സ്കോർ നോക്കുക. അപ്പോൾ ഇന്ന് KCS ആക്ടിൻ്റെ ബേസിലുള്ള 40 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഓൺ ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാക്സിമം എത്ര മെമ്പേഴ്സാണ് ഉണ്ടാവുക? ഓക്കെ, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ 15 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ മെനി സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ വുമൺ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് എവറി സൊസൈറ്റി? എല്ലാ സൊസൈറ്റികളിലും വിമൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കമ്മിറ്റിയിൽ എത്ര സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ 3 ആണ്. ഓക്കെ, 3. അപ്പോൾ 3 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. Within what period after the close of the financial year should the annual general body meeting of a society be held? അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓരോ സൊസൈറ്റിയും കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ആ മീറ്റിംഗ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനകം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, 6 മാസത്തിനകത്താണ് എന്ത് വരിക? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക ഓരോ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് കഴിയുമ്പോൾ. അതായത് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് അറിയാം 1 ഏപ്രിൽ ടു മാർച്ച് 31 ആണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 31 മാർച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? 6 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. 6 മന്ത്സിനകത്ത് കേട്ടോ. Who has right to attend the committee or general body meeting of any society? ആർക്കായിരിക്കും ജനറൽ ബോഡി മീറ്റിംഗ് അതിൽ അറ്റൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്? രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം. ഓക്കെ, രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയ വ്യക്തികൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? ജനറൽ ബോഡി മീറ്റിങ്ങിൽ കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സ് അവരുടെ ടേം ഓഫ് ഓഫീസ്, അതായത് എത്ര കൊല്ലമാണ് അവർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ മെമ്പേഴ്സായിട്ട് ഇരിക്കുക എന്നുള്ളതിന് അതിൻ്റെ ഉത്തരമാണ് 5 വർഷം. ഓക്കെ, ഒരു 5 വർഷത്തേക്ക് മാത്രമാണ് അവർക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അതിൽ മെമ്പേഴ്സായിട്ട് ഇരിക്കാൻ പറ്റുക. 5 ഇയേഴ്സ് ആണ്. ഇവരെന്താ ചെയ്യുക? എലക്ഷൻ കണ്ടക്ട് ചെയ്യും സൊസൈറ്റികളിൽ. ഹൗ മെനി മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്റ്ററിങ് എ ന്യൂ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയതായി ആരംഭിക്കാൻ വേണ്ടിയിട്ട് മിനിമം 25 മെമ്പേഴ്സ് എത്രയാണ്? 25 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മാക്സിമം ഷെയർ ഹോൾഡിംഗ് അലൗഡ് ഫോർ എൻ ഇൻഡിവിജ്വൽ മെമ്പർ ഇൻ എ സൊസൈറ്റി? അതായത് ഒരു സൊസൈറ്റിയിൽ മെമ്പേഴ്സിന് ഷെയർ വാങ്ങാൻ പറ്റും. ഓക്കെ, നമ്മളെ സ്റ്റോക്കിൽ നമ്മൾ കമ്പനികളിൽ ഷെയർ വാങ്ങും പോലെയല്ല. വോട്ടധികാരം അവർക്ക് കൂടുതൽ കിട്ടും. എത്ര ഷെയർ ഹോൾഡിംഗ് കൂടുതലുണ്ടോ അതുപോലെ അല്ല. 1 ഉണ്ടെങ്കിലും 100 ഉണ്ടെങ്കിലും ഇതിൽ ഒരുപോലെ തന്നെയാണ് ഇലക്ഷൻ്റെ കേസിലൊക്കെ. ഓക്കെ, പിന്നെ A ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ D ക്ലാസ് ലോണിന് വേണ്ടിയിട്ടൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. A ക്ലാസ് മെമ്പേഴ്സ് എന്തിനാണ് ഷെയർ വരാമെന്ന് വെച്ചാൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കും. അതായത് ബാങ്കിൻ്റെ പ്രോഫിറ്റിൻ്റെ
1% എന്ത് ചെയ്യും, അവർ ഓരോ വർഷവും ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യുന്ന പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവരെത്രയാണോ ഷെയർ ഹോൾഡിംഗ് ഉള്ളത് അതനുസരിച്ചിട്ട് അവർക്ക് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യും. അതിനാണ് എ ക്ലാസ് മെമ്പേഴ്സ്, അവർക്ക് വോട്ടധികാരം ഉണ്ടാവും. പിന്നെ ലോണിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഡി ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഡി ക്ലാസ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷനുള്ള അധികാരം കാണില്ല, ഒരു ബൈലോ പറയുന്ന അധികാരങ്ങൾ മാത്രമേ കാണുള്ളൂ കേട്ടോ. അവർ ഇതിൽ ഒരു സൊസൈറ്റിയിൽ മാക്സിമം ഒരു ഷെയർ ഹോൾഡർക്ക് വാങ്ങാൻ പറ്റുന്ന ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വലിന് വാങ്ങാൻ പറ്റുന്ന ഷെയർ ഹോൾഡിംഗ് ആ സൊസൈറ്റി ഇഷ്യൂ ചെയ്തതിൻ്റെ 1/5 കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഹൗ ലോങ് ഡസ് ദ ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ കണ്ടിന്യൂ ആഫ്റ്റർ സീസിങ് മെമ്പർഷിപ്പ്? ഒരു മെമ്പർ, ഓക്കെ, ആ മെമ്പർ അവിടെ നിന്ന് മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് പോയി എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ആ മെമ്പർക്ക് മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് പോയാലും 2 വർഷം വരെ ലയബിലിറ്റി ഉണ്ടാവും, ബാധ്യത ഉണ്ടാവും. എങ്ങനെ? അയാൾക്ക് ഇപ്പോൾ ലോൺ ആണെങ്കിൽ അയാൾക്ക് ലോൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലോ 2 ഇയേഴ്സ് മെമ്പറിന് എന്തുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. 2 ഇയേഴ്സ് കേട്ടോ, ലയബിലിറ്റി ഓഫ് എ പാസ്റ്റ് മെമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മിനിമം ഏജ് റിക്വയർഡ് ഫോർ ബിക്കമിങ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓക്കെ, ഒരു സൊസൈറ്റിയിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾ മെമ്പർ ആവണമെങ്കിൽ അതിൻ്റെ മിനിമം ഏജ് എത്ര വേണം? 18 വയസ്സാവണം. 18 വയസ്സാവണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിന്റ്സ് എ ഫസ്റ്റ് കമ്മിറ്റി ടു കണ്ടക്ട് അഫയേഴ്സ് ഓഫ് എ ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റി? ഫസ്റ്റ് കമ്മിറ്റിയിൽ, ഓക്കെ, ഹൂ അപ്പോയിന്റ് ദ ഫസ്റ്റ് കമ്മിറ്റി? ആരാണ് ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിഗ്നറ്ററീസ് ഓഫ് ദ ആപ്ലിക്കേഷൻ. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് നമ്മൾ രജിസ്ട്രാർക്ക് അയക്കും. ആ രജിസ്ട്രാർക്ക് അയക്കുന്ന ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത സിഗ്നറ്ററീസ് ആയിരിക്കും ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഓൺ ദ കമ്മിറ്റി ഓഫ് എ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി? അതായത് ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് വരിക? 21. 21 പേര് എന്തിനാണ്? സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാം. സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 21 പേരാണ് മെമ്പേഴ്സ് മാക്സിമം ആവുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈമറി 15. അടുത്ത ക്വസ്റ്റ്യൻ, how many seats are reserved for members belonging to scheduled caste or scheduled tribes in the committee of every society? അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഓക്കെ ഓരോ സൊസൈറ്റിയിൽ എത്ര സീറ്റാണ് സംവരണം ചെയ്തിട്ടുള്ളത്? അതായത് എത്ര സീറ്റാണ് അവരുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ സംവരണം ചെയ്തിട്ടുള്ളത്, കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഇടയിൽ? ഓക്കെ, അത് 1. പിന്നെ വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ can nominate members to the first committee of a newly registered society? അതായത് ഗവൺമെന്റിന് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഇവർ നോമിനേറ്റ് ചെയ്യാണ് മെമ്പേഴ്സിനെ. ഓക്കെ, ഒരു പുതിയതായി രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ അവർ നോമിനേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് കമ്മിറ്റിയിൽ ചെയ്യുന്നത് ഓക്കെ 12 മാസമാണ്, 12 months. അതായത് മാക്സിമം പീരീഡ് ഫോർ വിച്ച് ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ക്യാൻ നോമിനേറ്റ് മെമ്പേഴ്സ് ടു ദ ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റി. പന്ത്രണ്ട് മാസ കാലയളവ് വരെയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് എന്താണ് ചെയ്യുക, ഫസ്റ്റ് കമ്മിറ്റിയിൽ അതായത് മെമ്പേഴ്സിനെ, ഫസ്റ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുക. പുതിയ സൊസൈറ്റിയുടെ കേസാണ് പറയുന്നത് കേട്ടോ. What percentage of individuals is allowed in the committee of a federal cooperative society? അതായത് ഈ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത ഇൻഡിവിജ്വൽസിന്, അതായത് എത്ര ശതമാനം, ഉദാഹരണം പറഞ്ഞാൽ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ 25%, അതായത് 25 പേര്, ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ 25% എന്ത് ഫെഡറൽ സൊസൈറ്റികളിൽ ഇൻഡിവിജ്വൽ, നമ്മളെപ്പോലുള്ള സാധാരണ ഇൻഡിവിജ്വൽസിനുള്ള
മെമ്പർഷിപ്പ് അത് 25% ആണ്. ഇവിടെ ഫെഡറൽ സൊസൈറ്റിയല്ലോ കേട്ടോ. How many seats are reserved for members with banking experience or professional qualification in urban cooperative bank? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സിനകത്ത്. അതായത് അവരുടെ കമ്മിറ്റിയിൽ, അതായത് മാനേജിങ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 പേര്, അറ്റ്ലീസ്റ്റ് 2, ഓക്കെ, 2 പേരെങ്കിലും ബാങ്കിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. എവിടത്തേക്ക്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് കേട്ടോ. അതായത് നമുക്കറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടയറിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഉള്ള ബാങ്കുകളാണ്. പക്ഷേ അവർക്ക് എന്തുണ്ട്? RBIയുടെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. ദെയർ ബാങ്ക്സ്, ഓക്കെ. RBI ലൈസൻസ് ഉണ്ട് കേട്ടോ. അതിൽ 2 പേര് എന്ത് വേണം? കമ്മിറ്റിയിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. പിന്നെ അടുത്ത, വാട്ട് ഈസ് ദ മിനിമം ഡെപ്പോസിറ്റ് amount required for a member to be eligible for the reserved seat in the committee of a primary credit society or urban cooperative bank? അതായത് മിനിമം ഒരു എമൗണ്ട് അവർ അടയ്ക്കണം. എന്തിന്? ഡെപ്പോസിറ്റ് വേണം, ഓക്കെ, മെമ്പർക്ക്. എന്നാലേ ആ മെമ്പർ എന്ത് ചെയ്യുള്ളൂ? കമ്മിറ്റിയിൽ, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മിനിമം ഇത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ മെമ്പർ ആവാൻ എലിജിബിൾ ആവുകയുള്ളൂ. അത് എത്ര രൂപയാണ്? 10,000 രൂപയാണ് കേട്ടോ. Within what period should the special officer complete the bifurcation of area, assets and liabilities of a society registered without proper bifurcation? അതായത് within what period should the special officer complete the bifurcation of area, asset and liabilities of a society registered without proper bifurcation? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫീസർ ഒരു ഏരിയ തിരിക്കുന്നതും അല്ലെ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ സൊസൈറ്റിയെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് 1 ഇയറിനകത്ത് ചെയ്യണം. ഓക്കെ, സ്പെഷ്യൽ ഓഫീസർ 1 ഇയറിനകത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. How many co-opted members with experience in banking, management or finance can be added to the committee? 2. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ദ ക്വാറം റിക്വയർഡ് ഫോർ കമ്മിറ്റി മീറ്റിംഗ്? ഒരു കമ്മിറ്റി മീറ്റിങ്ങിന് റിക്വയർഡ് ആയിട്ടുള്ള ക്വാറം, അതായത് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി മിനിമം ഇത്ര മെമ്പേഴ്സ് വേണമെന്നുണ്ട്. അതായത് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ, ഒരു കമ്മിറ്റിയിലുള്ള ടോട്ടൽ മെമ്പേഴ്സിൻ്റെ പകുതിയിൽ കൂടുതൽ, അതായത് ജസ്റ്റ് അബോവ് 50% വേണം കേട്ടോ. ക്വാറം തികയാൻ വേണ്ടിയിട്ട് തന്നെ ക്വാറം എന്ന് പറയുക. How long must a member hold a share before being eligible to transfer it? 3 years കേട്ടോ. 3 വർഷം വരെ ഒരു മെമ്പർ ഷെയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഷെയർ അയാൾക്ക് വേറൊരാളുടെ പേരിലേക്ക് മാറ്റാൻ കഴിയുക എന്നാണ് പറയുന്നത്. 3 വർഷം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിന്റിംഗ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്? ആരായിരിക്കും? ഒബ്വിയസ്ലി ദ ഗവൺമെന്റ്. പിന്നെ വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ ദ രജിസ്ട്രാർ ടു ഡിസ്പോസ് ഓഫ് എൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി? എത്ര ദിവസത്തിനകത്താണ് രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അത് എത്ര ദിവസമാണ്? വിത്തിൻ 90 days, 90 ദിവസത്തിനകത്ത് തീരുമാനമെടുക്കണം. In which of the following cases can a member be expelled from a society? ഓക്കെ, ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു മെമ്പറെ എങ്ങനെ പുറന്തള്ളാം, എന്ത് കാരണം കൊണ്ട് പുറന്തള്ളാം എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ആക്ടിങ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ഞാൻ ഇതിനകത്ത് ABCD എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇനി അടുത്തതിൽ കാണുമ്പോഴേ, അതായത് ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്ക് ഇത് തെറ്റരുത് കേട്ടോ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ കൂടെ വായിച്ച് മനസ്സിലാക്കി പോകണം. ഓക്കെ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ക്യാൻ എ മെമ്പർ ബി എക്സ്പെൽഡ് ഫ്രം എ സൊസൈറ്റി? ഏത് കാരണത്താലാണ് ഒരു മെമ്പർ സൊസൈറ്റിയിൽ നിന്ന്, മെമ്പർഷിപ്പിൽ നിന്ന് എക്സ്പെൽ ചെയ്യാൻ കഴിയുക? അതിൻ്റെ ഉത്തരം ആക്ടിങ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അതാണ് കാരണം. അല്ലാതെ ഫെയിലിയർ ടു അറ്റൻഡ് മീറ്റിംഗ് അല്ല, നോട്ട് പേയിങ് മെമ്പർഷിപ്പ് ഫീസ് അല്ല, ക്രിട്ടിസൈസിങ് ദ കമ്മിറ്റി അതല്ല കേട്ടോ. How many years of ineligibility does an expelled member face for readmission to the society? ഇങ്ങനെ എക്സ്പെൽ ചെയ്തൊരു മെമ്പർക്ക് രണ്ടാമത് റീഅഡ്മിഷന് വേണ്ടിയിട്ട്, രണ്ടാമത് തിരിച്ച് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, മെമ്പർ ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം നമ്മൾ കഴിയണം? മിനിമം 1 year കഴിയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് സൊസൈറ്റീസ് ഓഫ് ദ സെയിം ടൈപ്പ് എ പേഴ്സൺ ക്യാൻ ബി എ കമ്മിറ്റി മെമ്പർ ഓഫ്? ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് സൊസൈറ്റി, എത്ര സൊസൈറ്റികൾ ഓഫ് സെയിം ടൈപ്പ് ഒരു വ്യക്തിക്ക് മെമ്പർ ആവാൻ പറ്റും, കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റും? ഒന്നേ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വേറൊന്നുമല്ല, ഒരേ തരത്തിലുള്ള സൊസൈറ്റികളിൽ ഒരാൾക്ക് എത്ര മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും, ഒരേ ടൈപ്പ് സൊസൈറ്റികളിൽ മെമ്പർ ആവാൻ പറ്റും, അതായത് കമ്മിറ്റി മെമ്പറാണ് ഉദ്ദേശിക്കുന്നത്, ആവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ പറ്റുള്ളൂ. How many societies of different type can a person be a committee member? അതായത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സൊസൈറ്റികൾ, കാരണം ഇതിപ്പം കോപ്ര സംവരണം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ബാങ്ക് ആവാം. ഓക്കെ, അതിലൊക്കെ ഒരു 2 ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ടൈപ്പിൽ ഒരാൾക്ക് കമ്മിറ്റി മെമ്പർ ആവാൻ പറ്റും ഒരേ സമയത്ത്? 2. ഇനി അടുത്ത, വാട്ട് ഈസ് എ ടേം ഓഫ് ഓഫീസ് ഫോർ എ കമ്മിറ്റി എലക്റ്റഡ് അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ്? അതായത് നോർമൽ സർക്കംസ്റ്റാൻസസിൽ ടേം ഓഫ് ഓഫീസ് ഒരു കമ്മിറ്റിയുടെ അതായത് എലക്റ്റഡ് കമ്മിറ്റിയുടെ എത്രയായിരിക്കും? 5 വർഷമായിരിക്കും. Who has the authority to remove the president, vice president or treasurer from office? The committee. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ട്രഷറർ ഓഫീസിൽ റിമൂവ് ആർക്ക് അധികാരമുള്ള? കമ്മിറ്റിക്കായിരിക്കും. വാട്ട് ഈസ് ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ ദ സ്റ്റേറ്റ് ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ? ഇപ്പോൾ സ്റ്റേറ്റ് ചീഫ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ്? 62 വയസ്സ് വരെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡെസിഗ്നേറ്റ്സ് ഓർ നോമിനേറ്റ്സ് ഓഫീസേഴ്സ് to assist the state cooperative election commission in conducting elections? ആരാണ് നോമിനേറ്റ് ചെയ്യുക? ഏതാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ഓഫീസേഴ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന വെച്ചാൽ ദ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ ആയിരിക്കും കേട്ടോ. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആഫ്റ്റർ രജിസ്ട്രേഷൻ? എന്തായിരിക്കും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ്? അവരെ ബോഡി കോർപ്പറേറ്റ് എന്നായിട്ട് മാറും. അതായത് പാർട്ട്ണർഷിപ്പ് അല്ല, പ്രൊപ്പറേറ്റർഷിപ്പ് അല്ല, ട്രസ്റ്റ് അല്ല, എന്തായിരിക്കും? ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Who can appoint a person to exercise the powers of the registrar? ആർക്കായിരിക്കും രജിസ്ട്രാർ? ഓക്കെ, രജിസ്ട്രാറെ ആയിട്ട് ഒരു വ്യക്തിയെ, അതായത് രജിസ്ട്രാർ അധികാരം കൊടുത്തിട്ട് ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനായിരിക്കും. അതായത് ഒരാൾ രജിസ്ട്രാർഡ് അപ്പോയിന്റ് ചെയ്യാനായിരിക്കുന്നേ ഉള്ളൂ, അത് ഗവൺമെൻറ് ആയിരിക്കും. വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റിക്വയർഡ് ടു ഫോം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? അത് 25 നിങ്ങൾക്കറിയാം. ഹൗ ലോങ് ക്യാൻ എ സൊസൈറ്റി ഡിലേ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ? നോ ഡിലേ അലൗഡ്.
ഓക്കെ, മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഷെയർ എന്താണ് ട്രാൻസ്ഫർ ചെയ്യണത് ഡിലേ വരുത്തേണ്ടത് എന്നാണ് പറയുന്നത് സൊസൈറ്റികൾ. ഇനി വാട്ട് ഈസ് എ ടൈം ലിമിറ്റ് ഫോർ എ പാസ്റ്റ് മെമ്പേഴ്സ് ലയബിലിറ്റി ഫോർ ദ സൊസൈറ്റീസ് ഡെപ്റ്റ്? അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. ലയബിലിറ്റി പറഞ്ഞില്ലേ പാസ്റ്റ് മെമ്പറുടെ, അത് 2 years തന്നെയാണ്. ഹൂ ഹാസ് ദ ഫൈനൽ അതോറിറ്റി ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ആർക്കായിരിക്കും? ജനറൽ ബോഡിക്ക് ആയിരിക്കും. ഓക്കെ, ജനറൽ ബോഡിയാണ് ഫൈനൽ അതോറിറ്റി. പിന്നെ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ ദ കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? മിനിമം എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു മാക്സിമം 15. മിനിമം എത്ര വേണം? 7 പേര് വേണം. എന്തിനാണ്? കമ്മിറ്റിയിൽ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയിൽ മിനിമം 7 പേര് വേണം. ഹൗ ഓഫൻ മസ്റ്റ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹോൾഡ് ഇറ്റ്സ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? ഇത് ഒരു പ്രാവശ്യം നടത്തുക മതി. വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് പറയുക കേട്ടോ. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒന്ന് നടക്കുന്നതാണ്. ഹു ക്യാൻ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇൻ സൊസൈറ്റി? ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുന്ന ആരാണ്? അല്ലെങ്കിൽ കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രാർക്കുള്ള അധികാരമുണ്ട് കേട്ടോ. കമ്മിറ്റിക്കും രജിസ്ട്രാർക്കും അധികാരമുണ്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു ഹോൾഡ് ഇറ്റ്സ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ദ സ്പെസിഫൈഡ് പീരീഡ്? ഒരു സ്പെസിഫൈഡ് പീരീഡിനകത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രജിസ്ട്രാർക്ക് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. രജിസ്ട്രാർക്ക് വിളിച്ചു കൂട്ടും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അതായത് സൊസൈറ്റിയുടെ കമ്മിറ്റി എന്ത് ചെയ്തു? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ താമസിക്കുകയോ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അധികാരം ആർക്കുണ്ടാവും? രജിസ്ട്രാർക്കുണ്ടാവും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ. ഇനി നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തേക്കും. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ആ ലിങ്കിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 10 ക്വസ്റ്റ്യനാണ് ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.